ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗെയിമിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ച് ആളുകൊണ്ട് ഇതില്ലായിരുന്നു. നമ്മൾ മൈൻക്രാഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇയാൾ ഹെൽമെറ്റ് ഒന്ന് ഊരിയിട്ടെ. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹണി ബി അപ്ഡേറ്റ് ആണ്. അതായത് യൂസ് അതിന് മുമ്പേ ഒരു കാര്യമുണ്ട് ഗൈസ്. നിങ്ങളുടെ RGS ടൂൾ എടുക്കുക, എന്നിട്ട് RGB അടിക്കുക കേട്ടോ. ഹണി ബി ഞാൻ പിന്നെ പറയാം. അപ്പോൾ കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ ഒരു സംഭവം. ഇത് പറ്റിയ നമ്മുടെ ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ്. ഇത് പിന്നെ കണ്ടോ, ബ്രൈറ്റ്നസ് ഇത്രയും കൂട്ടി ഇങ്ങനെയാവും. ഈ കോൺട്രാക്ട്സ് ഇങ്ങനെ, ഇത് ഓരോ ഇങ്ങനെ FPS കൂട്ടാനുള്ളതാണ്. ഇത് കണ്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. റീസെറ്റ് കൊടുത്ത് എന്തുവാ പഴയതുപോലെ ആവും ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ ചുറ്റും മറ്റേ എന്തോ ഒരു ട്രാൻസ്പെറൻറ്റ് സംഭവം പോലെ ഒരു സംഭവം ഉണ്ട്. ഈയാടെ NPCയുടെ ചുറ്റും ശ്രദ്ധിച്ചോ, മറ്റേ ആത്മാവ് പുറത്തിറങ്ങിയതുപോലുണ്ട്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇങ്ങനെ ചുറ്റും എന്തോ സംഭവം പോലെ. അല്ല, ഈ ബൈക്കിലും കയറുവാണ്. ഇത് KTM ആണ് ഗൈസ്. KTM-ലും NPC ബാക്ക് ചെയ്തിരിക്കാം. ഇതാ കണ്ടോ ഗൈസ്, എല്ലാത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ള കളറിൽ. അതിന് ബഗ്ഗാണോ പുതിയ അപ്ഡേറ്റിൽ അവർ ഗ്രാഫിക്സ്? നിങ്ങൾ വിചാരിക്കും ഇതിൽ GTA 5 മോഡ് വരുമെന്ന്. ഇല്ല ഗൈസ്, ഈ ഗെയിമിൽ GTA 5 മോഡ് വരാത്തതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെവലപ്പറിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഇതൊരു മൊബൈൽ ഡിവൈസ് ഗെയിമാണ്. അല്ലെങ്കിൽ ഇത് PC-ക്ക് വേണ്ടി വല്ലതും എടുക്കണം. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, കുറേ ഗെയിമേഴ്സ് ഗെയിമൊക്കെ ഉണ്ടാക്കുന്നത് ഒരാളുമായിട്ട് GTA 5 ഗെയിമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനാണെങ്കിലും അതിനൊരു PC ഗെയിം ആക്കണം. ഇതിപ്പോൾ മൊബൈലിൽ നമ്മുടെ FPS ഇത്രേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 60 വരെ പോകാം, പക്ഷേ ബാക്കി കിടക്കത്തില്ല. അതിൽ GTA 5 മോഡ് വരത്തില്ല. ഇപ്പം ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് FPS ഇച്ചിരി കൂട്ടാം, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അടുത്ത അപ്ഡേറ്റ് നിങ്ങളുടെ ഫോൺ എടുക്കുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഹണി ബി ആണ്. 27 അടിക്കുക. ഓക്കെ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ ആഡ് അപ്പം തന്നെ പ്ലേ ആയി. ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇതാണ് നമ്മുടെ ഹണി ബി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ടാ. ഇത് കണ്ടോ, 27 ആണ് ചീറ്റ് കോഡ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഈ ഹണി ബി കണ്ടോ, നല്ല ഡീറ്റെയിലിംഗ്, അത്രയും നല്ല ഡീറ്റെയിലിങ്ങോടാണ് അവർ ഉണ്ടാക്കിയിരിക്കുക. നമുക്ക് കയറിയിരിക്കുക. ഇത് മറ്റേ എന്താണ്, ബമ്പിൾ ബി അങ്ങനെ എന്തുവാണ് ഇതിൻ്റെ പേര്. ഭയങ്കര വലുത് കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര സ്കെയറി ആണെങ്കിലും നല്ല നമുക്ക് പറക്കാൻ ഭയങ്കര പാടാണല്ലോ. അവിടെ കൺട്രോളിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ ഈ റാമ്പൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തോ കുഴപ്പത്തിൽ എങ്ങാണ്ട് സ്പോൺ ചെയ്ത റാമ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ അപ്ഡേറ്റ്. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഗൈസ്, ഇതാ നോക്ക് ഗൈസ്, അതിൻ്റെ കണ്ണ്, അതിൻ്റെ ആ മൂക്ക്, കടിക്കുന്ന സാധനമൊക്കെ അത്രയും ഡീറ്റെയിലിങ്ങിലാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ആൾ ഇതാ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ഇത് മറ്റേ PDM അഡ്ജസ്റ്റ് ടൂൾ അടിക്കുമ്പോഴുള്ള മോഡാണ്. കണ്ടോ, അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് ഉണ്ടാക്കാൻ ഡെവലപ്പ് ഇത് മറ്റേ RGS ടൂള് എന്തുവന്ന് മറ്റേ പ്ലഗിൻ ആപ്പിൻ്റെ അപ്ഡേറ്റ് ആണ്. നിങ്ങൾ പ്ലഗിൻ ആപ്പ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ഞാൻ അത് ലിങ്ക് ഒന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. അത് വേണമെങ്കിൽ കൊടുത്തേക്കാം ഗൈസ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലഗിൻ ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ ഗൈസ്. ഇനി പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ TV-യിൽ ഇനി മോട്ടു പട്ലുവിൻ്റെ ഒരു സംഭവം പ്ലേ ആവും ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ TV-യിൽ ഇനി മോട്ടു പട്ലുവിൻ്റെ ആ സംഭവം പ്ലേ ആവും. അപ്പോൾ നിങ്ങൾക്ക് മോട്ടു പട്ലു നമ്മുടെ TV-യിൽ ഇങ്ങനെ സിനിമ പോലൊന്നും കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു പടം മാത്രം കാണാൻ പറ്റും. അപ്പോൾ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ് അതാണ്. പിന്നെ ഉള്ള അപ്ഡേറ്റ് വേറൊന്നും പറഞ്ഞാൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇനി ഒരു പുതിയ ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ബാഗ് ഊരി വച്ചേക്കാം. ഇനി പുതിയതായിട്ട് വന്ന ക്യാരക്ടർ ഏതാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ RGS ടൂളിൽ PM ആണല്ലോ എപ്പോഴും. ഇപ്പോൾ നേരത്തെ വന്ന PM 11 ആയിരുന്നു. PM 12 അടിക്കുക. അപ്പോൾ കണ്ടോ, സൈഡിൽ RGS ടൂൾ സോംബിന്ന് വന്നിട്ടുണ്ട്. ഇതിന് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നമ്മൾ ഗെയിം ജസ്റ്റ് ഒന്ന് പോവുക. എന്നിട്ട് ആദ്യം തൊട്ട് പ്ലേ ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം ഗൈസ്, ഇത് സോംബി ആണോ അതോ ഫ്രാങ്ക്ലിൻ തന്നെയാണോ എന്ന്. ഗൈസ്, ഗെയിം പ്ലേ ചെയ്താൽ കണ്ട ഇത് കറക്റ്റ് സോംബി തന്നെയാണ്. നമ്മുടെ ഈ ഗെയിമിൽ കുറേ സോംബിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സോംബി തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. PDM അടിച്ച് ഇവനെയും കൂടി ഡാൻസ് കളിപ്പിക്കാം നമുക്ക്. അതാ സോംബി ഡാൻസ് കളിക്കും. ഇച്ചിരി എന്താ ക്രൂവൽ മോഡിലാണ് കണ്ട എന്നൊക്കെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ ഡാൻസ് കളിക്കുന്നതും കൊള്ളാം. ഇത് ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇതേപോലെ വന്ന ഗ്രാഫിക്സിൻ്റെ സംഭവം കൊള്ളൂല.
എന്തായാലും കൊള്ളാം ഗൈസ്, ഇത് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇനി ഈ ഗ്രാഫിക്സ് മോഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. നന്നായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാം. കാരണം ഈ ഗ്രാഫിക്സ് മോഡ് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ GTA 5 മോഡൊന്നും ഇതിൽ വരുന്നത് വിചാരിക്കല്ലോ. അല്ല, അതിന് അവർ വീഡിയോ ഇടുമ്പോൾ GTA 5 ഇന്ത്യൻ ബൈക്കിൻ്റെ ഇത് വരുന്നത്, അത് ഇന്ത്യൻ ബൈക്ക് അല്ല യഥാർത്ഥത്തിൽ. അത് GTA 5 തന്നെ നമ്മുടെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അത് പെയ്ഡ് മോഡാണ്. നിങ്ങൾക്ക് GTA 5 ഉണ്ട്, ഇന്ത്യൻ ബൈക്ക് അതിനെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ഒരു മോഡിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അല്ല, GTA 5 മോഡൊന്നും നമ്മുടെ ഗെയിമിൽ വരാൻ പോകുന്നില്ല ഗൈസ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത് ഉപകാരപ്പെടും. ഇതേപോലത്തെ അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തത്. നമ്മുടെ ചാനലിൽ ഇനി കുറേ അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.